നമ്മളിവിടെ ഈത്തപ്പഴം പംകിൻ സീഡ് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. 250 ബദാം എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമോളം ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാമോളം വൈറ്റ് എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് സൺഫ്ലവർ സീഡാണ്. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 100 ഗ്രാമോളം പിസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയോളം എടുക്കും. പിന്നെ ഒരു 100 ഗ്രാമോളം കടലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പാനിലോട്ട് ബദാം ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പംകിൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതും ബദാം പോലെ തന്നെ എല്ലാ സീഡ്സും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം വേറെ വേറെ ചൂടാക്കുന്നതായിരിക്കും നല്ലത്. ഈ പംകിനെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇനി നമ്മൾ സൺഫ്ലവർ സീഡ്സ് ആണ് വറുത്തെടുക്കുന്നത്. ഇതും ഒരു 100 ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതും ചൂടാക്കിയിട്ടെടുക്കാം. ഈ സൺഫ്ലവർ സീഡ്സും നമുക്ക് ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും വാങ്ങി വെക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ്. ഇതും കൂടി മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇതും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതും വാങ്ങി വെക്കാം. ഇവിടെ പിസ്തയും നിലക്കടലയും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും നന്നായി ഡ്രൈ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാമോളം ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് അണ്ടിപ്പരിപ്പും മക്കാനിയും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അളവ് ചേർക്കുക. അതിലൊരുപാട് കാലറീസ് ഉണ്ട്. നിങ്ങളിപ്പം കാലറി നോക്കിയാൽ 2-3 എണ്ണത്തിൽ തന്നെ ഒരുപാടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർക്കാം. ഇത് ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സ്റ്റേജിൽ നമുക്ക് ഓഫാക്കി എടുക്കാം. റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നട്ട്സ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം തരിയായിട്ട് പൊടിക്കണ്ട, നൈസായിട്ട് പൊടിക്കണ്ട, ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നട്ട്സ് എല്ലാം നമ്മൾ ഇതുപോലെ ഡ്രൈ റോസ്റ്റായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം പൊടിഞ്ഞിട്ടില്ല, തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് 2-3 ബ്രഷ് അടിച്ചെടുത്തിട്ട് ഈ ഈത്തപ്പഴം അടിച്ചെടുത്തതിലോട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സിൻ്റെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ലഡു ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ മൊത്തം പൊടിയും
ലഡു ഉണ്ടാക്കാൻ എടുക്കുന്നില്ല, കുറച്ചെടുത്ത് മാറ്റി വെക്കും. എന്തിനാന്ന് വെച്ചാൽ റാഗീൻ്റെയൊക്കെ സ്മൂത്തി ഉണ്ടാക്കും. PCOD ഡയറ്റ്, വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് സ്മൂത്തിയിലിടാം. അല്ലെങ്കിൽ ഓട്സ് ഓവർനൈറ്റൊക്കെ ചെയ്യുമ്പം അതിനകത്തിടാം. ഇതുപോലെ കുഴച്ചെടുക്കാം. ഈത്തപ്പഴമൊക്കെ ഇതങ്ങനെ മിക്സാക്കി ഉരുട്ടാൻ പറ്റുന്ന വിധത്തിൽ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു ലഡു ഒരു ദിവസം തന്നാൽ മതി. ഹെൽത്തിന് അടിപൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ നട്ട്സ് വെച്ചുണ്ടാക്കി ലഡു റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10-20 ലഡുകളും ഉണ്ട്. ഡെയിലി ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് PCOD ഉള്ളവർക്കും കുട്ടികൾക്ക് കൊടുക്കാനായാലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു നട്ട്സ് ലഡുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.